ആ സുബഹിയുടെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞാൽ ഉലമാക്കൾ പഠിപ്പിക്കുന്നു, തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന ആളുകൾക്ക് വലതുവശം ചെരിഞ്ഞൊരു കടത്തം പഠിപ്പിക്കുന്നുണ്ട്. വലതുവശം ചെരിഞ്ഞ് അവന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് വലതുവശം ചെരിഞ്ഞൊന്ന് കടക്കുക. സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഉണ്ടെന്ന് സുന്നത്ത്. അങ്ങനെ പള്ളിയിലായാലും വീട്ടിലായാലും ആ കടത്തം കടന്നിട്ട് ഒരു ദുആ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? ആ പ്രാർത്ഥനയിലും നരകമാണ് ഏറ്റവും സബ്ജക്റ്റ്. നരകമാണ് സബ്ജക്റ്റ്. അത് പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ഈ സുബഹിയുടെ സുന്നത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞതും ഇത് പറയാൻ വേണ്ടിയാണ്. ഏതാണ് ആ ദുആ? വലതുവശം തിരിഞ്ഞുകൊണ്ട് കടന്നുകൊണ്ടവൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്റാഫീല വഅസ്റായില വമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ اللهم أجرني من النار. സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിന് ശേഷം തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന ആളുകൾക്ക്, സഹോദര സഹോദരിമാർക്ക് വലതുവശം ചെരിഞ്ഞുള്ളതായ ഒരു സുന്നത്തായ കടത്തം നബി തങ്ങൾ പഠിപ്പിക്കുകയാ. ആ സുന്നത്തായ കടത്തത്തിൽ കടന്നുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യട്ടെ. റബ്ബിനോട് ആ സഹോദരി പ്രാർത്ഥിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്റാഫീല وعزرائيل ومحمد صلى الله عليه وسلم اللهم اجرني من النار. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, ഇസ്റാഫീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, മീകായിൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, മുഹമ്മദ് എന്ന പ്രവാചകന്റെ റബ്ബേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബ്ബേ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അല്ലാഹുവേ, നരകീയ ശിക്ഷയിൽ നിന്ന് എന്നെ ഒന്ന് കാക്കണേ അല്ലാഹ്. എന്നെ ഒന്ന് കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ഇതോരോ മുഅ്മിന് പ്രാർത്ഥിച്ചിരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ സുബഹിയുടെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് തഹജ്ജുദ് നമസ്കരിച്ച ആളുകൾക്ക് അല്ല, ചില ഉലമാക്കൾ പറയുന്നു അല്ലാത്തവർക്കും ഈ കടത്തത്തിൽ പറഞ്ഞ് ദുആ ചെയ്യൽ സുന്നത്താണ്. ഏതാണ് ദുആ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്റാഫീല വഅസ്റായീല വമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ഒന്നുമില്ല, നിസ്സാരമാണത്. 4 മലക്കുകളുടെ പേര്, പിന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്റാഫീല വഅസ്റായീല വമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ഇസ്റാഫീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ റബ്ബേ, മീകായിൽ അലൈഹിസ്സലാമിന്റെ നാഥാ, അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നാഥാ, മുഹമ്മദ് എന്ന പ്രവാചകന്റെ റബ്ബേ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. നരക ശിക്ഷയിൽ നിന്ന് എന്നെ നീ കാക്കണേ, എന്നെ നീ കാക്കണേ. പ്രമാദം പൊട്ടിവിടർന്നിട്ടേ ഉള്ളൂ, അപ്പോഴേ അവന്റെ പ്രാർത്ഥന തുടങ്ങാണ്. നരകത്തെ തൊട്ട് കാവൽ ചെയ്തിച്ചു. എന്തിനു വേണ്ടി? നരകം അത്രമേൽ പ്രധാനം. നരകത്തെ തൊട്ട് കാവൽ ചോദിക്കൽ അത്രമേൽ പ്രധാനമാണ്. സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ദിക്ർ പഠിപ്പിക്കുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നർത്ഥം വരുന്നതായ സുന്ദരമാക്കപ്പെട്ടതായ വചനം അത് പറഞ്ഞുകൊണ്ട് സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 10 പ്രാവശ്യം പറയൽ മുഅ്മിനിനെ അല്ലാഹുവിന്റെ റസൂൽ ചര്യാക്കുകയാണ്. 10 പ്രാവശ്യം പറയൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ.
ഇത് 10 വട്ടം പറഞ്ഞതിന് ശേഷം വീണ്ടും അവിടെ നിന്നവൻ 7 പ്രാവശ്യം പറയണം. എന്ത് പറയണം? അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. അല്ലാഹുവേ, നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ, എന്നെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. സുബൈ നമസ്കാരിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാകുന്ന ദിക്ർ അത് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് നിർത്തുന്നില്ല. ഇതേ പ്രകാരം തന്നെ മഗ്രിബ് നമസ്കരിച്ചിട്ടും എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് അവന്റെ തഹയ്യാത്തിലുള്ള ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് സംസാരിക്കാതെ, ഇടയ്ക്ക് വർത്തമാനം പറയാതെ, വുളൂ കളയാതെ ഖിബിലയ്ക്ക് അഭിമുഖമായിരുന്നുകൊണ്ട് കാലനക്കാതിരുന്നുകൊണ്ട് 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുകയും അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന് 7 പ്രാവശ്യം പറയുകയും ചെയ്യണം. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. എന്തിനു വേണ്ടി ഇത്രത്തോളം നിർബന്ധമാക്കി, ഇത്രത്തോളം പരിശുദ്ധ ശരീഅത്ത് സുന്നത്താക്കി? എന്തിനു വേണ്ടിയാണിത്? നരകത്തെ തൊട്ട് കാവൽ ചോദിക്കൽ അത്രമേൽ പ്രധാനമാണ്. ഇനി നിങ്ങൾ നോക്ക്, മഹല്ലത്തുകൾ ഇശാ മഗ്രിബിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇശായിക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ നടക്കുന്ന ഹദ്ദാദ് റാത്തീബ്, ഉമ്മമാരൊക്കെ പതിവാക്കുന്നതാകുന്ന റാത്തീബാണത്. ഹദ്ദാദ് റാത്തീബ് മുതഅല്ലിമീങ്ങൾ പതിവാക്കുന്നത്, ആലിമീങ്ങൾ ചെല്ലുന്ന ദിക്ർ, വലിയ മഹത്വമുള്ള പോരിശയുള്ള ദിക്റാണതിൽ. ആ ദിക്റിന്റെ അവസാനത്തിൽ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നാ نسألك رضاك والجنة ونعوذ بك من سخطك والنار. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. അല്ലാഹുവേ, പടച്ച റബ്ബേ, സ്വർഗത്തെ ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, എന്റെ പൊരുത്തം ചോദിക്കുന്നു അല്ലാ. ആ പൊരുത്തം മുഖേന എത്തപ്പെടുന്ന സ്വർഗം ചോദിക്കുകയും ചെയ്യുന്നു അല്ലാ. അല്ലാഹുവേ, നിന്റെ കോപത്തെ തൊട്ട് ഞങ്ങൾ കാവൽ തേടുന്നു റബ്ബേ. ആ കോപം കൊണ്ടുപോയി എത്തിച്ചേർക്കുന്നതായ നരകീയ ശിക്ഷയെ തൊട്ടും ഞങ്ങൾ കാവൽ തേടുന്നു അല്ലാ. ونعوذ بك من سخطك والنار. നിന്റെ കോപത്തെ തൊട്ട്, ആ കോപം കൊണ്ട് എത്തിച്ചേർക്കുന്ന നരകത്തെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു. ഇതെപ്പോഴാണ് ദുആ ഇറക്കുന്നത്? ഹദ്ദാദ് റാത്തീബിൽ. ഹദ്ദാദ് അതിനാരിവിടെ ഹദ്ദാദ് ഓതുന്നു? ഹദ്ദാദ് ഒന്നില്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ്, ഇല്ലെങ്കിലും മുക്രി, പള്ളിയിലെ മോദീൻ, ഇവരല്ലാതെ മറ്റുള്ളവർ ഓതുന്നില്ല. നാട്ടുകാരിൽ വളരെ വിരലിലെണ്ണാവുന്ന പ്രായം ചെന്ന ആളുകളല്ലാതെ അതിന് പങ്കെടുക്കുന്നില്ല. അതൊക്കെ വേണ്ടാന്ന് വെക്കുന്ന കാലഘട്ടം. എന്നാൽ അതേ മഹലിലെ ഉസ്താദ് ഓതിയില്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ മടിയില്ലാത്തതാകുന്ന ജനങ്ങളുള്ള കാലഘട്ടം. ഇത് ഓതുന്നതിന്റെ വലിപ്പവും അതിന്റെ അർത്ഥവും നമ്മൾ പഠിച്ചു വെക്കുന്നു. വലിയ അർത്ഥങ്ങളാണ്, വലിയ അർത്ഥങ്ങളാണ്. അതിൽ ഓരോ ദിക്റുകളും അദ്കാറുകളും എടുത്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ ദിവസങ്ങൾ ചർച്ച ചെയ്യണം. അത്രത്തോളം പോരിശയുള്ളതാണ് ഓരോ ദിക്റുകളും അതിലുള്ള. അതൊക്കെ നമ്മൾ പങ്കെടുക്കണം. നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് അതിന്റെ ഏട് വാങ്ങിച്ചു കൊടുത്തിട്ട് വീട്ടിൽ ദൈനംദിനം ചിട്ടവട്ടമായി കൊണ്ടുവരാൻ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.